ഗുഡ് മോർണിംഗ് ഉള്ള എല്ലാവർക്കും മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഡെയിലി കറണ്ട് അഫയർ ക്ലാസ്സിലേക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ വീക്ക്ലി റൗണ്ടപ്പ് ആണ്. ഈ ആഴ്ച നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയിലുണ്ട് എന്നറിയുന്ന ഒരു ദിവസം കൂടിയാണ് അല്ലേ. എപ്പോഴും ഞാൻ പറയുന്നതാണ്. അപ്പോൾ എല്ലാവരും ആൻസേഴ്സ് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എല്ലാം ഓർമ്മ വന്ന ആളുകളുണ്ടെങ്കിൽ എല്ലാ ആൻസേഴ്സും കിട്ടി എന്നുള്ളൊരു കമൻറ്റ് കൂടെ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ഇടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നോട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ, വീക്കിലി റൗണ്ടപ്പിൻ്റെ നോട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ Adat മലയാളം ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് കമ്മ്യൂണിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. ഇവിടെ കമ്മ്യൂണിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ എക്സ്പ്ലോർ ഗ്രൂപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ സിൻഷി മിസ് ഫ്രീ PDF എന്ന ഫോൾഡർ കാണാനായിട്ട് സാധിക്കും. അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വീക്ക്ലി റൗണ്ടപ്പിൻ്റെ നോട്ട് അവിടെ നിന്ന് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ആ കാര്യം കൊണ്ടൊന്ന് ശ്രദ്ധിക്കണേ. ഓക്കെ, അപ്പോൾ വേഗം ആൻസർ ചെയ്യാം. നമ്മളെല്ലാം പഠിച്ചതാണ്. അപ്പോൾ വളരെ സ്പീഡിലായിരിക്കും ക്ലാസ് പോകുന്നത്. കാരണം കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യില്ല, കാരണം നമ്മൾ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതുകൊണ്ട് എക്സ്പ്ലനേഷൻ ഉണ്ടായിരിക്കില്ല. പെട്ടെന്ന് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാത്തിൻ്റെ ആൻസേഴ്സ് പെട്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, 33ാമത്തെ വ്യാസ് സമ്മാൻ 2023 അർഹയായത് ആരാണ്? 33ാമത്തെ വ്യാസ് സമ്മാൻ 2023 അർഹയായത് ആര് എന്നുള്ളതാണ് ചോദ്യം. ആൻസർ എന്താണ്? പുഷ്പഭാരതി അല്ലേ. എന്താണ് ആൻസർ? പുഷ്പഭാരതി എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ 2023 33ാമത്തെ വ്യാസ സമ്മാൻ അർഹയായത് ആരാണ്? പുഷ്പഭാരതി എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത്, ഹാലൂസിനേറ്റ് എന്നത് ഇക്കൊല്ലത്തെ വാക്കായി തിരഞ്ഞെടുത്തത് ആരാണ്? ഹാലൂസിനേറ്റ് ഇക്കൊല്ലത്തെ വാക്കായി തിരഞ്ഞെടുത്തത് താഴെ പറയുന്നത് ഏതാണ്? ഐഡന്റിഫൈ ചെയ്തോ. ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ് അല്ലേ. കേംബ്രിഡ്ജ് ഡിക്ഷണറി എന്നുള്ളത് ഓർത്തിരിക്കുക. ഹാലൂസിനേറ്റ് ഈ കൊല്ലത്തെ വാക്കായിട്ട് തിരഞ്ഞെടുത്ത് കേംബ്രിഡ്ജ് ഡിക്ഷണറി ആണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത്, ഇന്തോനേഷ്യയിൽ അടുത്തിടെ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം ഏതാണ്? അഗ്നിപർവ്വതം ഏതെന്നാണ് ചോദ്യം. ആൻസർ എന്താണ്? ഇബു ആണ് അല്ലെ. ഇബു എന്നുള്ളത് ഓർത്തിരിക്കുക. ഇന്തോനേഷ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതമാണ് ഇബു എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത്, കേരള ചലച്ചിത്രോത്സവത്തിൽ മികച്ച സിനിമയ്ക്കുള്ള സുവർണ ചകോരം നേടിയത് ഏത് സിനിമയാണ് എന്നുള്ളതാണ് ചോദ്യം. ആൻസർ എന്താണ്? പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ അത് വരണം, കാരണം എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലേ. ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ്. കേരള ചലച്ചിത്രോത്സവത്തിൽ മികച്ച സിനിമയ്ക്കുള്ള സുവർണ ചകോരം നേടിയത് ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ്. അടുത്തത്, പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടത്തിയത് കടലിനടിയിൽ വെച്ചാണ്. ആരാണ് ഈ പുസ്തകം എഴുതിയത് എന്നുള്ളതാണ് ചോദ്യം. ആൻസർ എന്താണ്? ആൻസർ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഓപ്ഷൻ എ ആണ് അല്ലേ. അരുൺ അലോഷ്യസ് ആണ്. ക്ലാസ് കുറച്ച് സ്പീഡിൽ പോകുന്നത്. നമുക്കെല്ലാം അറിയുന്ന ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാം നമ്മൾ ഓൾറെഡി കണ്ടതാണ്, പഠിച്ചതാണ്. അതുകൊണ്ടാണ് ഇത്ര സ്പീഡിൽ പോകുന്നത്. അപ്പോൾ നിങ്ങളും ആ ഒരു സ്പീഡിൽ പോവുക. പെട്ടെന്ന് മനസ്സിലേക്ക് വരണം ആൻസർ കേട്ടോ. ഓക്കെ, അപ്പോൾ പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടത്തിയത് കടലിനടിയിൽ വെച്ചാണ്. ആരാണ് ഈ പുസ്തകം എഴുതിയത്? അരുൺ അലോഷ്യസ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത്, ഗുണനിലവാരം നിലനിർത്തി സവാള കൂടുതൽ കാലം സൂക്ഷിക്കാനുള്ള സംവിധാനം കണ്ടുപിടിച്ചത് ആരാണ്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ബാർക്കാണ്. ഭാഭ അറ്റോമിക് റിസർച്ച് സെന്റർ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത്, സുഗതകുമാരിയുടെ 90ാമത് ജന്മവാർഷികത്തിന്റെ ഭാഗമായി ജനുവരി 22 മുതൽ സംഘടിപ്പിക്കുന്ന ജന്മവാർഷിക ആഘോഷം ഏതാണ്? സുഗത നവതിയാണ്. അടുത്തത്, കൊൽക്കത്ത അന്താരാഷ്ട്ര ചലച്ചിത്രമേള 2023 മികച്ച ചിത്രം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ചിൽഡ്രൻ ഓഫ് നോബഡി ആണ്. അടുത്തത്, പ്രശസ്തമായ ഭീമാപള്ളി ഉറൂസ് നടക്കുന്ന ജില്ല ഏത് ജില്ലയിലാണ് ഭീമാപള്ളി ഉറൂസ് നടക്കുന്നത്? തിരുവനന്തപുരം ജില്ലയിലാണ്. അടുത്തത്, ലോക്സഭയിലെ മികച്ച അംഗത്വത്തിന് ചെന്നൈ ആസ്ഥാനമാക്കി പ്രൈം പോയിന്റ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ സൻസദ് മഹാരത്ന അവാർഡ് ലഭിച്ചത് ആർക്കാണ് എന്നുള്ളതാണ് ചോദ്യം. ആൻസർ എന്താണ്? NK പ്രേമചന്ദ്രൻ ആണ്. അടുത്തത്, ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര സമാധാന പുരസ്കാര ജേതാക്കളായത് ആരാണ്? പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഉത്തരം കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഓപ്ഷൻ ഡി ആണ് അല്ലേ. എന്താണ്? ഡാനിയൽ ബാരൻ ബോയും അലി അബു അവാദ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഡാനിയൽ ബാരൻ ബോയും അലി അബു അവാദ് എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. അടുത്തത്, നവകേരള മിഷന്റെ ഭാഗമായി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി സഹകരിച്ച് ഹരിത കേരള മിഷൻ നടപ്പാക്കുന്ന ഡിജിറ്റൽ മാപ്പിംഗ് പദ്ധതി എന്തായിരുന്നു? ആൻസർ എന്തായിരുന്നു? ഉറവ തേടി എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത്, 2023 ദേശീയ ഊർജ്ജ കാര്യക്ഷമത പുരസ്കാരം നേടിയത് ഏതാണ്?
ഏത് ഓപ്ഷനാണ്? നമ്മുടെ കേരളമാണ് അല്ലെ, നമ്മുടെ കേരളമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത് 2023 ഡിസംബറിൽ അന്താരാഷ്ട്ര ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിൽ ഇടം പിടിച്ച ഇന്ത്യൻ താരങ്ങൾ ആരൊക്കെയാണ്? 2023 ഡിസംബറിൽ അന്താരാഷ്ട്ര ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിൽ ഇടം പിടിച്ച ഇന്ത്യൻ താരങ്ങൾ ആരൊക്കെയാണ്? ലിയാണ്ടർ പേസ്, വിജയ് അമൃതരാജ് അല്ലെ, ലിയാണ്ടർ പേസ്, വിജയ് അമൃതരാജ്. അടുത്ത സമ്മക്ക സരക്ക സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി. സമ്മക്ക സരക്ക സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്ന സംസ്ഥാനം എവിടെയാണ്? തെലങ്കാന അല്ലെ, എവിടെയാണ്? തെലങ്കാന എന്നുള്ളത് അറിഞ്ഞിരിക്കുക. സമ്മക്ക സരക്ക സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നത് എവിടെയാണ്? തെലങ്കാനയിലാണ്. അടുത്ത 2024 ജനുവരി മുതൽ വിദേശ സഞ്ചാരികൾക്ക് വിസ നിയന്ത്രണം ഒഴിവാക്കുന്ന ആഫ്രിക്കൻ രാജ്യം ഏതാണ്? പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാം കേട്ടോ. ഓപ്ഷൻ ഡി ആണ് അല്ലെ, കെനിയ. ഏതാണ്? കെനിയയാണ്. അടുത്തത് 2023 ഡിസംബർ മുതൽ സ്ത്രീകൾക്ക് 33% സീറ്റുകൾ സംവരണം ചെയ്യുന്ന ബിൽ പാസാക്കിയ നിയമസഭ. 2023 ഡിസംബറിൽ സ്ത്രീകൾക്ക് 33% സീറ്റുകൾ സംവരണം ചെയ്യുന്ന ബിൽ പാസാക്കിയ നിയമസഭ ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്താണ്? ജമ്മു കാശ്മീർ അല്ലെ, ജമ്മു കാശ്മീർ എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത സമാധാന നൊബേൽ സമ്മാനം ലഭിക്കുന്ന രണ്ടാമത്തെ ഇറാനിയൻ വനിത എന്നുള്ളതാണ്. ആരായിരുന്നു? ഇവരിപ്പോ റീസെന്റ് ആണ് പുരസ്കാരം ഏറ്റുവാങ്ങി അല്ലെ, മക്കൾ പുരസ്കാരം ഏറ്റുവാങ്ങിയ അടുത്തിടെയാണ്. അതുകൊണ്ടാണ് നമ്മളിത് വീണ്ടും പഠിക്കുന്നത്. ആൻസർ എന്താണ്? നർഗീസ് മുഹമ്മദിയാണ് അല്ലെ, നർഗീസ് മുഹമ്മദി. സമാധാന നൊബേൽ സമ്മാനം ലഭിക്കുന്ന രണ്ടാമത്തെ ഇറാനിയൻ വനിതയാണ് നർഗീസ് മുഹമ്മദി. അടുത്തത് 2023 ഡിസംബറിൽ പ്രാബല്യത്തിൽ വരുന്ന സ്റ്റോപ്പ് ക്ലോക്ക് നിയമം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതുമായി ബന്ധപ്പെട്ടതാണ് സ്റ്റോപ്പ് ക്ലോക്ക് നിയമം? പെട്ടെന്ന് വരട്ടെ. ആൻസർ ക്രിക്കറ്റ് ആണ് അല്ലെ, ക്രിക്കറ്റ് ആണ്. അടുത്തത് 2023 ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഓൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സമ്മിറ്റ് വേദി എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താണ് ആൻസർ? 2023 ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഓൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സമ്മിറ്റ് വേദി എവിടെയാണ്? നമ്മുടെ ഡൽഹിയിലാണ് അല്ലെ, ഡൽഹി എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത് ഏത് വർഷത്തോടെ ഹെപ്പറ്റൈറ്റിസ് ബി എന്ന രോഗം തുടച്ചു നീക്കാനാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത്? ഹെപ്പറ്റൈറ്റിസ് ബി എന്ന രോഗം ഏത് വർഷത്തോടെ തുടച്ചു നീക്കാനാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ 2030 കൂടെയാണ്. അടുത്തത് 2023 ഡിസംബറിൽ അർജന്റീനയുടെ പുതിയ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് ആരാണ്? പെട്ടെന്ന് ആൻസേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യാം? പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാം, പെട്ടെന്ന് തിരിച്ചറിയാൻ ആൻസേഴ്സ് എല്ലാം. എന്താണ്? ഹാവിയർ മിലെ അല്ലെ, ഹാവിയർ മിലെ എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. 2023 ഡിസംബറിൽ അർജന്റീനയുടെ പുതിയ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് ആരാണ്? ഹാവിയർ മിലെ എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത് രാജസ്ഥാന്റെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്, ഭജൻ ലാൽ ശർമ്മ. കുറച്ച് സ്പീഡാണെന്ന് എനിക്കറിയാം, നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതാണ്. ക്വസ്റ്റ്യൻ കണ്ട ഉടനെ നിങ്ങളുടെ മനസ്സിൽ ഉത്തരം വന്നിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് സ്പീഡിൽ പോകുന്നത്. ഞാൻ എപ്പോഴും പറയുന്നതാണ് പുതിയ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് പഴയ കാര്യങ്ങൾ റിവൈസ് ചെയ്യുക. അപ്പോൾ റിവിഷൻ നിങ്ങൾ ഒരിക്കലും മടിയായിട്ട് വിചാരിക്കരുത്. കണ്ട ക്ലാസ്സല്ലേ ഓൾറെഡി അറിയുന്നത്, അങ്ങനെയൊന്നും വിചാരിക്കരുത്. എല്ലാം കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കുക. വളരെ സ്പീഡായിട്ട് നമ്മൾ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ രാജസ്ഥാന്റെ പുതിയ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മയാണ്. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ 370 കേന്ദ്രം റദ്ദാക്കിയ തീരുമാനം സുപ്രീം കോടതി ശരിവെച്ച തീയതി ഏത് എന്നുള്ളതാണ് ചോദ്യം. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്, 2023 ഡിസംബർ 11 അല്ലെ, 2023 ഡിസംബർ 11 എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത് 2023 വർഷത്തിൽ ലോകത്ത് ഏറ്റവും വലിയ ഒപ്പിയം ഉൽപാദക രാജ്യമായി മാറിയത് ഏത് രാജ്യമാണ്? എന്താണ് ആൻസർ? ഓപ്ഷൻ സി ആണ് അല്ലെ, മ്യാൻമർ. ഏതാണ്? മ്യാൻമർ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത 2023 ഡിസംബറിൽ ബംഗളൂരുവിൽ നടന്ന ലോക ക്ലബ് വോളിബോൾ ടൂർണമെന്റിൽ കിരീടം നേടിയ ഇറ്റാലിയൻ ക്ലബ് ഏത് എന്നുള്ളതാണ് ചോദ്യം. ആൻസർ എന്താണ്? സർ സിക്കോമ പെറുജിയ അല്ലെ, സർ സിക്കോമ പെറുജിയ എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. അടുത്തത് വിമൻസ് ടെന്നീസ് അസോസിയേഷന്റെ ഈ വർഷത്തെ മികച്ച താരത്തിനുള്ള പുരസ്കാരം നേടിയത് ആരാണ്? വിമൻസ് ടെന്നീസ് അസോസിയേഷന്റെ ഈ വർഷത്തെ മികച്ച താരത്തിനുള്ള പുരസ്കാരം നേടിയത് ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്താണ്? ഇഗ സ്വിയാറ്റെക് അല്ലെ, ഇഗ സ്വിയാറ്റെക് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത് 25 വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഗൂഗിളിൽ തിരഞ്ഞ കായിക താരം ആരാണ്? 25 വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഗൂഗിളിൽ തിരഞ്ഞ കായിക താരം ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ, ക്രിസ്ത്യാനോ റൊണാൾഡോ അല്ലെ, ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ് നമ്മുടെ ആൻസർ. അടുത്ത കേരളത്തിലെ മൃഗാശുപത്രികളിൽ നടന്ന ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനായി വിജിലൻസ് നടത്തിയ പരിശോധന ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഓപ്പറേഷൻ വൈറ്റ് സ്കാൻ ആണ്. അടുത്തത് ആഫ്രിക്കൻ ഫുട്ബോളിലെ ഈ വർഷത്തെ മികച്ച ഫുട്ബോൾ താരത്തിനുള്ള പുരസ്കാരം നേടിയ നൈജീരിയൻ താരമാര്? ആഫ്രിക്കൻ ഫുട്ബോളിലെ ഈ വർഷത്തെ മികച്ച
ഫുട്ബോൾ താരത്തിനുള്ള പുരസ്കാരം നേടിയ നൈജീരിയൻ താരം ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ വിക്ടർ ഒസിൻഹൻ എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. വിക്ടർ ഒസിൻഹൻ ആരാണ്? വിക്ടർ ഒസിൻഹൻ ആണ്. അടുത്തത് സിയാച്ചിനിൽ എത്തുന്ന ആദ്യ വനിതാ സൈനിക ഓഫീസർ സിയാച്ചിനിൽ എത്തുന്ന ആദ്യ വനിതാ സൈനിക ഓഫീസർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ശിവ ചൗഹാൻ. ആരാണ്? ശിവ ചൗഹാൻ. സിയാച്ചിനിൽ എത്തുന്ന ആദ്യ വനിതാ സൈനിക ഓഫീസർ ആരാണ്? ശിവ ചൗഹാൻ എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത് സുരക്ഷിത ഭക്ഷണത്തിന് ഈറ്റ് റൈറ്റ് സർട്ടിഫിക്കറ്റ് ലഭിച്ചത് രാജ്യത്ത് 114 റെയിൽവേ സ്റ്റേഷനുകളിൽ കൂടുതലുള്ള സംസ്ഥാനം ഏത് എന്നുള്ളതാണ് ചോദ്യം. ആൻസർ എന്താണ്? നമ്മുടെ കേരളം അല്ലെ? നമ്മുടെ കേരളമാണ് ആൻസർ ആയിട്ട് വരുന്നത്. നമ്മുടെ കേരളമാണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് മലയാളികളുടെ സ്വന്തം ഫുഡ് ഡെലിവറി ആപ്പായ ലൈലോ അതിന് പിന്നിൽ പ്രവർത്തിച്ച മലയാളി ആരാണ്? ഉത്തരം കിട്ടിയോ? ഉത്തരം പറയട്ടെ. എന്താണ് ആൻസർ? എന്താണ്? ഓപ്ഷൻ എ ആണ്. ആരാണ്? ജോയ്സ് സെബാസ്റ്റ്യൻ. ജോയ്സ് സെബാസ്റ്റ്യൻ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത് 2023 ഡിസംബറിൽ ഛത്തീസ്ഗഡിന്റെ പുതിയ മുഖ്യമന്ത്രിയായി നിയമിതനാകുന്നത് ആരാണ്? ഛത്തീസ്ഗഡിന്റെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? ഉത്തരം കിട്ടിയിട്ടുണ്ടാവുമല്ലോ. എന്താണ് ആൻസർ? ഓപ്ഷൻ സി ആണല്ലേ. വിഷ്ണു ദേവ് സായ് എന്നുള്ളത് ഓർത്തിരിക്കുക. വിഷ്ണു ദേവ് സായ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഛത്തീസ്ഗഡിന്റെ പുതിയ മുഖ്യമന്ത്രിയായി നിയമിതനാകുന്നത് ആരാണ്? വിഷ്ണു ദേവ് സായ് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത് അതിന്റെ എക്സ്പ്ലനേഷൻ ആണ്. ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രിയാണ് വിഷ്ണു ദേവ് സായ് എന്നുള്ളതും ഓർത്തിരിക്കുക. അടുത്ത 2023 ഡിസംബറിൽ മുംബൈയിൽ നടന്ന ലേലത്തിൽ നിൽക്കപ്പെട്ട ചിത്രങ്ങളിൽ രവി വർമ്മയുടെ അല്ലാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. നമ്മുടെ ആൻസർ എന്തായിരുന്നു? ഭാരത് മാത അല്ലെ? അപ്പൊ കൃഷ്ണനും രുക്മിണിയും ദത്താത്രേയ, രാമനും സീതയും ലക്ഷ്മണനും സരയൂ നദി കടക്കുന്നു. ഇതൊക്കെ രവിവർമ്മയുടെ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. അടുത്ത 2023 ഡിസംബറിൽ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായി നിയമിതനായത് ആരാണ്? 2023 ഡിസംബറിൽ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആര് എന്നുള്ളതാണ് ചോദ്യം. ആൻസർ എന്താണ്? മോഹൻ യാദവ് അല്ലെ? മോഹൻ യാദവ് എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. അടുത്ത ട്രക്കുകളിലെ ഡ്രൈവർമാരുടെ ക്യാബിനുകളിൽ എന്നു മുതലാണ് AC നിർബന്ധമാക്കണമെന്ന് കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നത്? എന്നു മുതലാണ്? 2025 ഒക്ടോബർ മുതൽ അല്ലെ? 2025 ഒക്ടോബർ എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത് വനിതാ IPL മലയാളി താരം സജ്ന സജീവനെ ഏത് ടീമാണ് സ്വന്തമാക്കിയത്? എന്തായിരുന്നു ആൻസർ? ഓപ്ഷൻ ബി ആണ് അല്ലെ? മുംബൈ ഇന്ത്യൻസ് ആണ്. മുംബൈ ഇന്ത്യൻസ് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത് ഏത് സംസ്ഥാനത്തിന്റെ രാജ്ഭവന് മുൻപിലാണ് കവയത്രി സുഗതകുമാരിയുടെ ഓർമ്മയ്ക്കായി സ്മൃതി വനം സുഗതവനം എന്ന പേരിൽ മരങ്ങൾ നട്ടത്? ഉത്തരം എന്തായിരുന്നു? ഓപ്ഷൻ സി ആണ്, പശ്ചിമ ബംഗാൾ അല്ലെ? ഓപ്ഷൻ സി ആണ്, പശ്ചിമ ബംഗാൾ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്ത സ്പോർട്സ് ബിസിനസ് ലീഡർ ഓഫ് ദി ഇയർ അവാർഡ് നേടിയത് ആരാണ്? സ്പോർട്സ് ബിസിനസ് ലീഡർ ഓഫ് ദി ഇയർ അവാർഡ് നേടിയത് ആര് എന്നുള്ളതാണ് ചോദ്യം. ആൻസർ എന്താണ്? സ്പോർട്സ് ബിസിനസ് ലീഡർ ഓഫ് ദി ഇയർ അവാർഡ് ആരാണ്? ജയ്ഷ അല്ലെ? ജയ്ഷ എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. ജയ്ഷ ആണ്. അടുത്ത 2023 ഡിസംബറിൽ പ്രൊഫഷണൽ ഫുട്ബോളിൽ 1200 മത്സരങ്ങൾ പൂർത്തിയാക്കിയ ഫുട്ബോൾ താരം. 2023 ഡിസംബറിൽ പ്രൊഫഷണൽ ഫുട്ബോളിൽ 1200 മത്സരങ്ങൾ പൂർത്തിയാക്കിയ ഫുട്ബോൾ താരം ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്, റൊണാൾഡോ എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ എല്ലാം ഓർമ്മ വന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ വീഡിയോയ്ക്ക് താഴെ. അതുപോലെ തന്നെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയുന്നത്, അഡാറ്റ് ന്യൂഫോർസൻ മലയാളത്തിൽ LDC ഉദ്യോഗ ബാച്ച് 2024 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ LDC വളരെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബാച്ച് ആയിരിക്കും. കാര്യം എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ലൈവായിട്ടായിരിക്കും ലഭിക്കുന്നത്. ലൈവ് ക്ലാസ് കാണാൻ സാധിച്ചില്ലെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അതിന്റെ റെക്കോർഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ ടീച്ചേഴ്സിനോട് ഡയറക്റ്റ്ലി ക്ലിയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനെ കണ്ട് ടീച്ചേഴ്സ് കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഇ-ബുക്ക് ടെസ്റ്റ് സീരീസ് എല്ലാം ഈ ഒരു കോഴ്സിനൊപ്പം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് കോഴ്സിന്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു പേജ് ഓപ്പൺ ആയിട്ട് വരുന്നത് കൂപ്പൺ കോഡ് അപ്ലൈഡ് എന്ന് പറഞ്ഞ് കാണാം. അത് റിമൂവ് ചെയ്തിട്ട് Y670 എന്ന ഫാക്കൽറ്റി കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ആ കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ആപ്പിൽ ഒരുപാട് ഫ്രീ കണ്ടന്റ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഒരുപാട് എക്സാംസ് അതിൽ എഴുതാൻ പറ്റും. അതുപോലെ തന്നെ ഇംഗ്ലീഷിലുള്ളതും മലയാളത്തിലുള്ളതും കറണ്ട് അഫയേഴ്സ് എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ള കാര്യമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പറഞ്ഞത് മറക്കരുത്. ഇതിന്റെ നോട്ട് വേണമെങ്കിൽ അഡാറ്റ് ന്യൂഫോർസൻ മലയാളം ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിൽ കമ്മ്യൂണിറ്റി, അതിൽ എക്സ്പ്ലോർ ഗ്രൂപ്പ്, അതിൽ സിൻഷീമിക്സ് ഫ്രീ PDF ആ ഒരു ഫോൾഡർ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വീക്ക്ലി റൗണ്ടപ്പിന്റെ നോട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യും.
അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക്